എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആന്തൂസ് കിച്ചൺ. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ചെയ്യാൻ പോണത് വാനില ബിസ്ക്കറ്റ് ആണ്. അത് എങ്ങനെയാണ് നമുക്ക് ഈ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത്. കണ്ടോ, ആകെ 5 ചേരുവകൾ മാത്രമാണ് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാനില ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാംസ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറാണ്, സോൾട്ട് ഇല്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നതാണ്. ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് ആവശ്യമില്ല, മുട്ടയുടെ മഞ്ഞക്കരു മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ വാനില എസൻസും. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മൾക്ക് ഈ വാനില ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതിനായി നമ്മളൊരു ബൗൾ എടുത്തിരിക്കുകയാണ് ഇതിങ്ങനത്തെ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത് 100 ഗ്രാംസ് ബട്ടറാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, അതും ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ ബൗൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ മഞ്ഞക്കരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മഞ്ഞക്കരു നന്നായിട്ടൊരു ഫോർക്ക് യൂസ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മഞ്ഞക്കരു നമ്മളിനി നേരത്തെ മാറ്റി വെച്ച മൈദയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വിസ്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഈ സമയം ആഡ് ചെയ്യുന്നുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് മൈദ ഞാൻ കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മളൊരു ബോൾ പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതുപോലെ ബോളാക്കി നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. നന്നായി മിക്സ് ആക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കണ്ടോ ഈ ബോൾസിനെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കണം. ഇത് നമ്മളൊരു ഫിലിം ഉപയോഗിച്ച് ഇങ്ങനെ കവർ ചെയ്തു. ഇനി ഇതിനെ നമ്മളൊരു 30 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തിലാണോ ഇനി ഇത് ബിസ്ക്കറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്യാണ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലാണ് ഇത് തയ്യാറാക്കണേ. അതുകൊണ്ട് ഞാനിവിടെ പാൻ ഒരു പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ ലിഡ് വെച്ച് അടച്ചിട്ടാണ് വയ്ക്കണത്. അതല്ല ഇനി ഓവനാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു 5 to 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച മാവ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഒരു ചപ്പാത്തിക്കോലോ മറ്റോ വെച്ച് നന്നായിട്ടൊന്ന് ഫ്ലാറ്റായിട്ട് നമ്മൾ പരത്തിയെടുക്കണം. നമ്മൾ അധികം കനം കുറച്ച് പരത്തരുത്. ഈ ഒരു വണ്ണത്തിൽ കുറച്ചൊരു വലുപ്പത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളൊരു കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇത് വെച്ചിട്ടോ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ അലൂമിനിയം പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കേക്ക് ടിൻ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോയിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പീസസ് നമ്മൾ ഇതിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓരോന്നെടുത്ത് ഇതുപോലെ കേക്ക് ടിന്നിലേക്ക് വച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഫോർക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ. അതിനുശേഷം നമ്മൾ ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഡോ നമ്മൾ വച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊരു 20 മിനിറ്റ്സ് എടുക്കും നമുക്ക് ബിസ്ക്കറ്റ് ആയി കിട്ടാനായിട്ട്. ഇതുപോലെ അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്ലെയിം കൊടുക്കേണ്ടത്. ഒരു 20 മിനിറ്റ്സ് എടുക്കും. അതല്ല ഇനി ഓവനിലാണ് നമ്മൾ ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.